എന്താണ് പോയി എ സിക്കാർ പോയി ബാ. ഓ എ സിക്കാർ പോയി, അതിൻ്റെ സന്തോഷമാണ്. ഇത്രയും നേരം അവനെ എൻ്റെ റൂമിലായിരുന്നു കേട്ടോ ചേച്ചിയാണ്. അപ്പോൾ നല്ല പണിയിലായിരുന്നു ഫ്രണ്ട്സ്. 2 ബാത്റൂമും 3 ബാത്റൂമും അവന്മാർ ഭയങ്കരമായിട്ട് ചീത്തയായിട്ട് ഇട്ടിട്ട് പോകും. പിന്നെ അതൊക്കെ കഴുകിയെടുത്ത് താഴെ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ തുടച്ചു. അതൊന്നും അവർ ചെയ്യൂല കേട്ടോ. ഈ ബാത്റൂമിൽ വെച്ച് കഴുകും, പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റൂലല്ലോ. അപ്പോൾ അവന് ആ സന്തോഷമാണ്. ഇവർ പോയപ്പോൾ ഇവനിങ്ങനെ 3-4 റൂമും ചുറ്റും കിടക്കണം. ഒരു റൂമിൽ ഇരിക്കുന്നൊന്നും ഇഷ്ടമല്ല, അതാണ് ഈ തുള്ളുന്നത്. അയ്യോ, എ സി 2 നിൻ്റെ മുടിയാ, വേറെ ഒന്നും ഇല്ല. എ സി 2 നിൻ്റെ മുടിയാ. അപ്പോൾ എല്ലാവർക്കും ചിത്ര വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ചെറിയ വീഡിയോ ആയിട്ട് വന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ബോക്സ് ഇത് അവൻ ആ ഒരു റൂമിൽ നിന്ന് വന്ന് അവനിപ്പോൾ എല്ലായിടത്തും ചുറ്റി ഇങ്ങനെ നടക്കണം കേട്ടോ. എല്ലാ റൂമിലും ഇങ്ങനെ ഒരു റൂമിൽ ചേച്ചിയും ഉണ്ടായിരുന്നു, എന്നാലും അവന് പറ്റൂല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെന്ന് നോക്കുന്നതായിരുന്നു, എന്നാലും അവനത് പറ്റൂല. അവനിങ്ങനെ ഓടി നടക്കണം, ഫ്രീഡമായിട്ട് ഓടി നടക്കണം. അതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ബോക്സിൽ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ കിട്ടും. ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ അടുക്കളയിലും പൂജാ റൂമിലും ഒരു അതിഥി വരുന്നുണ്ട്. ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അടുക്കളയുടെ അകംവശത്തൂടെയാണ് പോകണമെന്നുണ്ടെങ്കിൽ ഇത് ഓടിക്കളയും. അതുകൊണ്ട് ഞാൻ ഹോളിലത്തെ ജനൽ വഴി പുറത്തുനിന്ന് എടുത്തതാണ് കേട്ടോ. ഫ്രൂട്ട്സ് ഒന്നും വച്ചിട്ടല്ല. പക്ഷേ അവൻ ആരും ഇല്ലെങ്കിൽ ഒരു 100 വട്ടം അടുക്കളയിൽ വരും. ഒന്നും കഴിക്കുകയൊന്നുമില്ല. അവിടെ എന്തെങ്കിലും പച്ചക്കറി ഞാൻ വച്ച് കൊടുത്താൽ കഴിക്കും, അത്ര തന്നെ. വല്ല പഴങ്ങളോ ഇവനെ കണ്ടാൽ എടുത്ത്. ഇപ്പോൾ കണ്ടതിന് ശേഷം, ഈ അണ്ണാനെ കണ്ടതിന് ശേഷം കേട്ടോ, ഇവിടെ ഇല്ലെങ്കിൽ നേരെ പൂജാ റൂമിൽ പോകും. പൂജാ റൂമിൽ പൂജ ചെയ്യുന്ന സമയമൊന്നുമില്ല കേട്ടോ. പൂജ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഡെയിലി ഞാൻ അഷ്ടലക്ഷ്മിക്കും ലക്ഷ്മിക്കും ഞാൻ അരി വെക്കും. അരിയുടെ പുറത്ത് ചെറിയ പിത്തള പാത്രത്തിൽ വെക്കും. ഡെയിലി ഞാൻ വർഷങ്ങളായിട്ട് അരി വെച്ചിട്ടാണ് വിളക്ക് കത്തിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ അരി മൊത്തം തിന്നുകൊണ്ട് പോകും. വൈകുന്നേരം കഴിഞ്ഞ് ആ വിളക്ക് കത്തിക്കലൊക്കെ ഒരു ഉച്ച കഴിഞ്ഞിരുന്നാൽ ഒരു 4 മണിയാകുമ്പോൾ വരും. അപ്പോൾ നമ്മൾ പൂജാ റൂമിൻ്റെ വാതിൽ തുറക്കുമ്പോഴത്തേക്കും അത് ഓടും കേട്ടോ. അതിന് ഒരു ചെറിയ സൗണ്ട് മതി ഓടാൻ വേണ്ടി. അപ്പോൾ ആ അരി മൊത്തം നിന്ന്. അപ്പോൾ എൻ്റെ പൂജാ റൂമിലെയും എൻ്റെ അടുക്കളയിലെയും ഒരു നിത്യം അതിഥിയാണ് ഈ അണ്ണാൻ കേട്ടോ. ഞാൻ സ്നേഹിക്കാൻ നോക്കുന്നുണ്ട്. പഴവും ഇത് വന്ന് തുടങ്ങി ഡെയിലി വരുന്നത് കൊണ്ട് ഞാൻ പഴവും പച്ചക്കറിയൊക്കെ കൊടുക്കും, മത്തങ്ങയൊക്കെ കേട്ടോ. വെച്ച് നോക്കട്ടെ സ്നേഹിക്കാൻ പറ്റുമോയെന്ന്. അതുകൂടെ ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ട് എല്ലാവരും ഒന്ന് കാണണം കേട്ടോ. നല്ല വൃത്തിയായിട്ട് അവർ ക്ലീൻ ആക്കിയിട്ട് സർവീസ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഈ എ സി നല്ലവണ്ണം സർവീസ് ചെയ്ത്. ഇത് പുതിയതായിട്ടോ, 7 മാസമായപ്പോഴേ ഇവൻ നമ്മൾ എത്ര മുടിയിലെങ്കിലും അടിച്ച് വരുമ്പോഴേ ഫാൻ ഇടുമ്പോഴൊക്കെ മുടി ഇച്ചിരി പറന്ന് പോകും. മുടിയേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ എൻ്റെ റൂമിലെ എ സി, പിന്നെ 3 എ സി അവർ സർവീസ് ചെയ്തിട്ട് പോയി. അപ്പുറത്ത് മോളുടെ റൂമിൽ നല്ലവണ്ണം സർവീസ് ചെയ്ത്. നല്ലൊരു പയ്യനാണ്, ഞങ്ങൾക്ക് അറിയാമെന്നുള്ള പയ്യനാണ് കേട്ടോ. അവൻ ലേറ്റ് ആവും, രാവിലെ വന്നതാണ്, പക്ഷേ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ചെയ്തിട്ട് പോകും. റൂമിൽ ചേച്ചി ഇരുന്നാലും ഇരിക്കത്തില്ല. മമ്മി അപ്പപ്പോൾ വന്ന് നോക്കണം. എന്നിട്ട് ഞാൻ ചെന്ന് പറയും, മോനെ ഇരുന്നോട്ടെ, ചേച്ചിയുടെ കൂടെ ഇരുന്നോട്ടെ, അവർ പോട്ടെ, ലേബേഴ്സ് പോട്ടെ. അവർക്ക് പേടി. പിന്നെ പേടിച്ച് അവരാരെങ്കിലും നമ്മുടെ വീട്ടിൽ വരുമോ? ചേച്ചിയുടെ കൂടെ ഇരിക്കാൻ വയ്യ. ചേച്ചി അവിടെ കിടക്കുന്ന മോനെ ഇരിക്കുന്നു. പിന്നെ ഈ എ സിയും അവർ ചെയ്തിട്ടാണ് പോയത്. ഇച്ചിരി പഴയതായ എ സിയാണ് കേട്ടോ. എന്നിരുന്നാലും നല്ല തണുപ്പാണ് കേട്ടോ. അപ്പോൾ ഇതും ചെയ്തിട്ട് പോയി. അങ്ങനെ ഒരു കുറേ നേരം പിടിച്ചു കേട്ടോ. 3 മണി വരെ ആയി, 3 മണിയോളമായി പോയിട്ട്. 3 മണി വരെ അവർ പണി ചെയ്തുകൊണ്ടിരുന്നു. സോറി, രാവിലെ വന്ന കേട്ടോ. ഭയങ്കര സ്ലോ ആണ് ആ ചെക്കൻ, പക്ഷെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ചെയ്യും കേട്ടോ. ഇനി ചിമ്മിനി, ഇത് കണ്ടോ, ചിമ്മിനി സർവീസ് ചെയ്യാൻ ആളെ വിളിക്കണം കേട്ടോ. കാരണം എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ തുടച്ചാലൊന്നും പോകില്ല. അവർ വന്ന് മണ്ണെണ്ണയിലൊക്കെ തുടച്ച് നല്ല ഭംഗിയായിട്ട് എടുക്കുക. അപ്പോൾ ഇനി ചിമ്മിനി സർവീസ് ചെയ്യാൻ ആൾ വരും. അപ്പം ഞങ്ങൾ ഈ പൂജയ്ക്ക് മുമ്പായിട്ട് തന്നെ ചിമ്മിനി സർവീസ്, പിന്നെ വർഷത്തിൽ 2 പ്രാവശ്യം എ സി സർവീസ് ചെയ്യും. പിന്നെ അതുകൂടാതെ ഇനിയിപ്പോൾ ജനൽ, ഫ്ലോറുകൾ, കഥകളൊക്കെ തുടക്കാൻ, അതായത് ജനലൊക്കെ തുടക്കാൻ വേണ്ടി ആൾക്കാർ വരും, മേസ്തിരിമാർ വരും. അത് ഞങ്ങൾ മഹാലക്ഷ്മി പൂജയ്ക്ക് മുമ്പ് ഇതൊക്കെ ചെയ്ത് വെക്കും കേട്ടോ. അതായത് ദീപാവലിയുടെ അന്നാണ് മഹാലക്ഷ്മി പൂജ. ഞങ്ങൾ മഹാലക്ഷ്മി, കുബേർ, ഗണേഷ് പൂജയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ചെയ്ത് വെക്കും നമ്മൾ. അപ്പോൾ വീടൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കണേ. അപ്പോൾ കതക്, ജനൽ എല്ലാം തുടച്ച് നല്ല
വൃത്തിയാക്കിയിരിക്കും. അപ്പം ഇങ്ങനെ ഓരോരുത്തരും ഇനിയിപ്പം ചിമ്മിനിയുടെ ആൾക്കാരെ വിളിക്കണം, അങ്ങനെയൊക്കെ കേട്ടോ. ദീപക്കും ഇല്ല, നല്ല പണിയായി പോയി. ബാത്റൂമൊക്കെ കരി പോലെ ആക്കിയിട്ട് പോയി. പിന്നെ നമ്മുടെ ഹാർപ്പിക്ക്, ചുവന്ന ഹാർപ്പിക്കില്ലേ, ചുവന്ന ഇത് ഹാർപ്പിക്കൊക്കെ വെച്ച് കഴുകി എടുത്ത് ഇത്തിരി പണിയിലായിരുന്നു കേട്ടോ. മോൻ തളർന്നു പോയെന്ന് തോന്നുന്നു. മോൻ തളർന്നു പോയെന്ന് തോന്നുന്നു. ആ കിടപ്പ് കണ്ടോ ഫ്രണ്ട്സ്, മോനെ എപ്പിച്ചോ. അയ്യോ അമ്മേ ഒന്ന് ഇരിക്കട്ടെ മമ്മ. അമ്മക്ക് ഇരിപ്പേ ഇല്ല കേട്ടോ. 4 മണിക്ക് എണീറ്റ് 3 മണിക്ക് ആ പിള്ളേർ പോയത്, ആ ലേബേഴ്സ്. എന്നെ സഹായിക്കുന്നുണ്ടോ നീ? നിനക്ക് സങ്കടമുണ്ടോ? മമ്മി ഇത്രയും പണിയുന്നതിൽ സങ്കടമുണ്ടോ? പൊന്നിനെ നോക്കണം, ഒരു കൊച്ചു കുട്ടിയെ പോലെ പൊന്നിനെ നോക്കണം. എൻ്റെ പൊന്നെ ചോറ് തരണം, വാരി തരണം, കുണ്ടി കഴിപ്പിച്ച് തരണം, അപ്പീട്ട കഴിപ്പിച്ച് തരണം, കാലും കൈയും തുടച്ച് തരണം, പല്ല് തേച്ച് തരണം, കണ്ണിൻ്റെ പീളയൊക്കെ എടുക്കണം, പൗഡർ ഇട്ട് തരണം, ചൂടുവെള്ളത്തിൽ മസാജ് ചെയ്ത് തരണം. എന്തൊക്കെയാണ് മമ്മി ചെയ്യുന്നത്? മമ്മിയെ സഹായിക്കാൻ നീ ഉണ്ടാടാ. അമ്മയെ സഹായിക്കണ്ടേട്ടാ. മമ്മിക്ക് ഈ സ്നേഹം മാത്രം മതി, മോൻ്റെ ഈ സ്നേഹം മാത്രം മതി മമ്മിക്ക്. ഒരു ഉമ്മ തന്നേടി കള്ള, ഒരു ഉമ്മ തന്നേടി കള്ള, ഒരു ഉമ്മ തന്നേടി കള്ള. ഞാൻ ഈ ബാക്ക് ക്യാമറ വെച്ചുകൊണ്ടാണ് കേട്ടോ. ഞാനും അവന് കെട്ടി പിടിച്ച് ഉമ്മം കൊടുക്കൽ വെക്കുകയാണ് കേട്ടോ. അയ്യോ ഭയങ്കര കളിയാണ് കേട്ടോ. ഞാനും അവന് കാണിച്ചു തരാം, ഫ്രണ്ട് ക്യാമറയൊക്കെ വെച്ച് ഒരു ദിവസം കാണിച്ചു തരാം. ബാക്ക് ക്യാമറ വെച്ചുകൊണ്ടാണ് കേട്ടോ നിങ്ങളതൊന്നും കാണാത്തത്. ഇതൊക്കെ ചെയ്യും ഞാൻ. അവനും എൻ്റെ ഇങ്ങനെ ചോറ്റിട്ട് ഉമ്മം കൊടുത്ത് കൊടുക്കുമെന്ന് പറഞ്ഞവൻ അവനെ കോള്. ചില സമയം അവനെ കടിച്ച് തിന്നാൻ തോന്നും മമ്മിക്ക്. തിന്നാൻ തോന്നും. എൻ്റെ സുന്ദരമായ കണ്ണ്. നമ്മൾ പെറ്റിനെ ഉണ്ടല്ലോ, ഇത് കണ്ടോ, ഇത് കണ്ടില്ലേ? കുറച്ച് മഴ പെയ്ത് ആ റോഡിലെ വെള്ളത്തിൽ നനഞ്ഞ് ഞാൻ തുടച്ചു കൊടുത്തെങ്കിലും അത് പെട്ടെന്ന് അലർജിയായി. ഇവരെ നമ്മൾ വീട്ടിൽ ഇങ്ങനെ ഇട്ട് നല്ല ഭദ്രമായിട്ട്, അതായത് നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് നോക്കുന്നുള്ളതുകൊണ്ട് പുറത്ത് പോയി ഒരു ചെറിയ ചെളിയിലൊക്കെ ചവിട്ടിയാൽ മതി, അപ്പം അലർജിയും അപ്പം സ്കിന്ന് ഇതൊക്കെയാണ് വരുന്നത് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കള്ളസ്നേഹമൊന്നും അറിഞ്ഞുകൂടാ കേട്ടോ. സത്യം പറയാം, മനുഷ്യനോടാണെങ്കിലും നമ്മൾ സ്നേഹിക്കുമ്പോൾ നല്ലതായിട്ട് സ്നേഹിക്കും, നമ്മൾ സഹായിക്കുമ്പോൾ നല്ലതായിട്ട് കൈ തുറന്ന് സംസാരിക്കുക. അങ്ങനെ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പല ലഡ്ഡിയും കിട്ടിയതാണ്. പല ഇതും അങ്ങനെ സഹായിച്ച് പല പിറകെ എനിക്ക് വന്നിട്ടുണ്ട്. പല പാഠങ്ങൾ പഠിച്ചാലും നമ്മൾ പഠിക്കില്ല. പക്ഷേ ഇവരെന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഇവരൊന്നും നമ്മളെ പിറകെ ഒന്നും ചെയ്യൂല. മരണം വരെ ഈ സ്നേഹം അവൻ്റെത് ഉണ്ടാവും നമ്മളെ കൂടെ. മരിച്ചു കഴിഞ്ഞിരുന്നാലും നമ്മൾ മേളിലേക്ക് പോകുമ്പോൾ നമ്മളെ പുരാണങ്ങൾ പറയുന്നേക്കാം, നമ്മൾ നോക്കിയ എത്ര പെറ്റുകളാണോ അവനെ നല്ലവണ്ണം നോക്കണം കേട്ടോ. അല്ലാതെ വെറുതെ കുറേ തീറ്റ കൊടുത്തു അങ്ങനെയൊന്നും അല്ല കേട്ടോ. അങ്ങനെ തീറ്റ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ തീറ്റ കൊടുക്കാൻ നമുക്ക് പുറത്തുള്ള സ്ട്രീറ്റ് പപ്പീസിനൊന്നും അവരാഹാരം കിട്ടാതിരിക്കുമ്പോൾ കൊടുക്കാം. അതായത് നമ്മൾ വീട്ടിൽ വളർത്തുന്ന പെറ്റാണെന്നുണ്ടെങ്കിൽ അവന് കുറച്ച് തീറ്റ കൊടുത്തിട്ട് ഇങ്ങനെ അതെനിക്ക് അത്ര വലിയ ഇഷ്ടമുള്ള കാര്യമല്ല കേട്ടോ. എന്നെ സംബന്ധിച്ച് എൻ്റെ പേഴ്സണലായിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ പലർക്കും എങ്ങനെയാണെന്നൊന്നും അറിയില്ല, പലർക്കും പല സ്വഭാവങ്ങളല്ലേ. നമ്മൾ അവനതേത് കണ്ടില്ലേ, അവൻ കട്ടിലേക്ക് കിടക്കുള്ളൂ, അവന് ഈ റൂമൊക്കെ ഓടി കിടക്കണം രാജാവായിട്ട്, അങ്ങനെയൊക്കെ കേട്ടോ. നമ്മളിങ്ങനെ നീറ്റ് ആൻഡ് ക്ലീനായിട്ട് നോക്കുമ്പോൾ ഉണ്ടല്ലോ, ആ പുറത്ത് പോയി ഇച്ചിരി ചെളി ചവിട്ടിയിട്ട് ഇങ്ങോട്ട് വന്ന് എത്ര തുടച്ചു കൊടുത്തിരുന്നാൽ ആ അലർജി അപ്പം പിടിക്കും. അങ്ങനെയാണ്. അതാണ് ആ കൈക്ക് വന്നത്. ഡോക്ടർ പറഞ്ഞു ഒന്നാമത്തെ ഇവിടെയൊക്കെ ഓപ്പൺ ഡ്രെയിനേജ് അല്ല. ഞാൻ പഴയ വീഡിയോയിലും പറഞ്ഞു, കഴിഞ്ഞ വീഡിയോയിലും അത് പറഞ്ഞു കേട്ടോ. അപ്പോൾ എനിക്ക് ഇവരുടെയൊക്കെ സ്നേഹം മാത്രം മതി നമുക്ക് ഒന്നും വേണ്ടേ. എൻ്റെ മോനെ എന്നെ സഹായിക്കണ്ടേ, എനിക്ക് സ്നേഹം മാത്രം മതിയേ. അയ്യോ ഉറങ്ങിപ്പോയി. ചേച്ചി ഉണ്ടെങ്കിലും അച്ഛൻ ഉണ്ടെങ്കിലും മമ്മിയെ കണ്ടുകൊണ്ടിരിക്കണം. മമ്മി എവിടെ പോവാനാ പോന്നാ? മമ്മിക്ക് ആകെ ഒരു സ്ഥലമേ ഉള്ളൂ മേലേക്ക് പോവാൻ, വേറെ ഒന്നും ഇല്ല മമ്മിക്ക് പോവാൻ. മമ്മി എൻ്റെ പൊന്നിനെയും വിട്ട് എങ്ങോട്ട് പോവാനാ? എടാ കള്ളക്കുട്ട, നമ്മുടെ കള്ളക്കുട്ടനെ ഉറങ്ങുമ്പോൾ ഉണ്ടല്ലോ 100 പ്രാവശ്യം രാവിലെയൊക്കെ വന്ന് വിളിക്കുന്നൊക്കെ വേണം. അങ്ങനെ ഇപ്പോഴും നമ്മുടെ കയ്യിൽ ക്യാമറയും മൊബൈലൊന്നും ഉണ്ടാവില്ലല്ലോ. ഇതൊക്കെ കാണണം. ഇവന് ഒരുപാട് കണ്ടൻ്റ് ഉള്ളതാണ് കേട്ടോ, സ്നേഹപരമായിട്ട് ഒരുപാട് കണ്ടൻ്റ് ഉള്ളതാണ്. പക്ഷേ എനിക്കതൊന്നും ചിലപ്പോൾ നല്ല എന്ന് കണ്ടു
ഡാഡിയോട് ഒച്ച എടുക്കുന്നതാണോ കേൾക്കാൻ. ഞാൻ ഓടി ആ ഒച്ച കേട്ടിട്ട് അടുക്കളയിൽ നിന്ന് ഓടി വന്ന മൊബൈലെടുത്ത് പാസ്വേഡൊക്കെ തുറന്ന് ക്യാമറ ആയിട്ട്, അതായത് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതും അത് തീർന്നു. അപ്പോൾ അവരെന്ന് പറഞ്ഞാൽ മൃഗങ്ങളല്ലേ, അവർക്ക് അവർ ക്രിയേറ്റ് ചെയ്യുന്നതല്ലല്ലോ, അവർ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതല്ല, അവർ സ്വാഭാവികമായിട്ട് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. നമ്മൾ ആ സമയത്ത് നോക്കിയെടുക്കണം. എൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ക്യാമറ തുറന്നുകൊണ്ട് നടക്കുന്ന കേട്ടോ, പണിയില്ല എന്നുണ്ടെങ്കിൽ ക്യാമറ തുറന്ന് വെച്ച് നടക്കണം, അല്ലാതെ നമുക്ക് ഇവരെ കൊണ്ട് എടുപ്പിക്കാൻ പറ്റത്തില്ല. ചില സമയം അതെടുത്തോണ്ട് വാ ഇതെടുത്തോണ്ട് വാ എന്നൊക്കെ പറഞ്ഞാൽ അവർ ചെയ്യും. ചില സമയം നേച്ചുറലായിട്ട് അവരുടെ കയ്യിൽ നിന്ന് വരുന്ന ആ ഒരു കണ്ടൻറ്റ് നമുക്ക് പെട്ടെന്ന് പിന്നെ ചെയ്യാൻ പറഞ്ഞാൽ അവർ തരത്തില്ല. ഇവനെ സംബന്ധിച്ചിടത്തോളം കേട്ടോ പലരും. പിന്നെ ഇവനെല്ലാം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞാൽ എടുത്തുകൊണ്ട് വരും കേട്ടോ. എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നറിയാമോ, നമ്മുടെ കയ്യിൽ തരില്ല, കടിച്ച് കട്ടിലിൻ്റെ അടിയിലേക്ക് കൊണ്ടുപോയി ഇടും. എന്നിട്ട് അതും വായിൽ വെച്ചുകൊണ്ടിരിക്കും. കള്ളക്കുട്ടനാണ് മമ്മീൻ്റെ കള്ളക്കുട്ടൻ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ, എന്നോട് സഹകരിക്കണേ ഫ്രണ്ട്സ്, എല്ലാവരും ഒന്ന് സഹകരിക്കണം. ഇതൊക്കെയാണ്. അവനിങ്ങനെ കട്ടിലേക്ക് കിടക്കുള്ളൂ. ഇത് കണ്ടോ, കിടപ്പൊക്കെ കണ്ടോ, ബോളൊക്കെ എടുത്ത് വെച്ചു. അടുത്ത് നിങ്ങൾ കണ്ടില്ലേ, നിങ്ങളുടെ അടുത്ത് ആ ബോൾ കളിക്കും. ഇത് കണ്ടില്ലേ, എ സിയിൽ വന്ന് കിടക്കണം. അപ്പുറത്ത് എ സി എൻ്റെ റൂമിൽ ഇട്ട് കൊടുത്തിട്ടും അവൻ കിടക്കുന്നില്ലായിരുന്നു കേട്ടോ. കണ്ടോ, ഇടയ്ക്കിടയ്ക്കൊന്ന് തലപൊക്കി നോക്കും, മമ്മി ഉണ്ടോ, മമ്മി എവിടെയെങ്കിലും പോയോ. ഓ, ബാത്റൂമിൽ പോലും പോകാൻ പറ്റുന്നില്ല ഈ മകനെ കൊണ്ടിട്ട്. എൻ്റെ ഈ മകനെ കൊണ്ടിട്ട് ഫ്രണ്ട്സ് ബാത്റൂമിൽ പോലും പോകാൻ പറ്റൂല എനിക്ക്. ഇത് കണ്ടോ ഫ്രണ്ട്സ്, ഇതെൻ്റെ വീട്ടിൽ വരുന്ന ഒരു പുതിയ അതിഥിയാണ്. പുതിയതല്ല, കുറേ നാളായിട്ട്. പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. എടുക്കുമ്പോൾ ഉണ്ടല്ലോ അത് പൊയ്ക്കളയും. പൂജ റൂമിലും വരും കേട്ടോ, അടുക്കളയിൽ എപ്പോഴും വരും. എനിക്ക് അകത്തു നിന്ന് എടുക്കാൻ നോക്കി അത് ഓടിക്കളയേ. അതുകൊണ്ട് ഞാൻ പുറത്തെ റൂമിൽ വന്ന് എടുക്കുന്നത്. സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, അടുക്കളയിൽ അകത്ത് വരെ കയറും കേട്ടോ. കണ്ടോ കണ്ടോ കണ്ടോ, ആ അകത്ത് അടുക്കള വരെ കയറും കേട്ടോ. അടുക്കളയിൽ നിന്ന് എടുക്കാൻ നോക്കുമ്പോൾ അത് പോവും. പൂജാ റൂമിലും കയറി ഭഗവാന്റെ മുമ്പിൽ ഞാൻ ഡെയിലി അരി വയ്ക്കുക, അതും കഴിച്ചുകൊണ്ട് പോവും. ഇനിയും കാണിച്ചു തരാം കേട്ടോ. ചേട്ടൻ വന്നതിൻ്റെ സന്തോഷം ചേട്ടൻ വന്നതിൻ്റെ സന്തോഷം. ഉമ്മോട് അയ്യോ 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 അയ്യോ. ആ ചേട്ടൻ വന്ന് ആ സെറ്റ് കീറല്ലേ വന്നിട്ട്. ദേ ഇതെന്തോന്നാണ്, എടാ ഇവിടെ നീക്കടാ, സെറ്റ് കീറല്ലേടാ. ഓ ഓ ഓ ഓ ഓ ഓ ചേട്ടൻ വന്നതിൻ്റെ സന്തോഷം. ഹാപ്പി എന്നാ ശരി മതി ഉമ്മ കൊടുക്കും നല്ല ഉമ്മ കൊടുക്കും. മതി. കോലാഹലങ്ങൾ കഴിഞ്ഞ ചേട്ടൻ വന്ന കോലാഹലങ്ങൾ കഴിഞ്ഞ. പൊക്കി നോക്കണം എന്താ കറിയെന്ന്. അടുക്കളയിൽ പൊക്കി നോക്കുന്നതാണ് കേട്ടോ എന്താ കറിയെന്ന്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നാളെ ഒരു നല്ല വീഡിയോ ആയിട്ടൊക്കെ വരാം. അതുവരേക്കും ബൈ.